സാദരം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കൊല്ലം മെത്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്ദനായ ഡോക്ടർ ജോസഫ് മാർ ദേവന്യാസ്യോസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്താൻ തയ്യാറാകുന്ന ബ്രഹ്മവാർ മെത്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ യാക്കോബ് മാർ ഏലിയാസ് തിരുമേനി, മലങ്കര സഭയുടെ കർമ്മധീരനായ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകൾ, പ്രിയപ്പെട്ട ചാവടിയച്ചൻ, പ്രിയപ്പെട്ട സാംജി അച്ഛൻ, വന്ദരായ കോറപ്പിസ്കോപ്പന്മാർ, സിസ്റ്റേഴ്സ്, വൈദിക സഹോദരങ്ങൾ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെത്രാസന കൗൺസിൽ അംഗങ്ങൾ, ഇന്ന് സമ്മാനം വാങ്ങുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മിടുമിടുക്കരായ പ്രിയപ്പെട്ട സ്നേഹിതരെ, പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമേനിയെ അനുസ്മരിക്കുവാൻ ഈ പുണ്യഭൂമിയിൽ അല്പം ഭയത്തോടും വിറയലോടും കൂടിയാണ് നിൽക്കുന്നത്. ആ പുണ്യപിതാവ് തൻ്റെ ആത്മാനുഭവങ്ങൾ പങ്കിട്ട, സ്വപ്നങ്ങൾ ചേർത്ത് പിടിച്ച ഈ മനോഹാരിതമായ ഭൂമികയിൽ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. 1915 ജനിച്ചു. 2006 ജനുവരി മാസം 26 ഈ ലോക യാത്ര അവസാനിപ്പിച്ചു. 9 പതിറ്റാണ്ടിൻ്റെ പുണ്യമാണ് പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമേനി. വളരെ കൃത്യമായി പറഞ്ഞാൽ 91 വർഷം ഈ ഭൂമുഖത്ത് അദ്ദേഹം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ച് എത്രയോ ഓർമ്മകളാണ് നമുക്ക് പങ്കിടുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അഭിവന്ദനായ ഡോക്ടർ DK ജോൺ സാറിനെ പോണക്കുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഇരിക്കുന്ന ഈ വേദിയിൽ പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവയെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണുന്ന കാഴ്ചകളാണ് അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷേ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഞാൻ കേൾക്കുന്നത് പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമേനിയാണ്. കാരണം നമ്മൾ ഓർക്കുകയുണ്ടായി, 1915 ജനിച്ച് 26 വയസ്സിൽ വൈദികനായി, 36 വയസ്സിൽ റംബാനായി, 1959 മെത്രാപ്പൊലീത്ത ആയിട്ട് ഉയർത്തപ്പെടുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 44. നിയുക്ത കാതോലിക്കായിട്ട് ഉയർത്തപ്പെടുന്നത് 1980. അന്ന് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഓർമ്മകൾ പച്ചപിടിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലാണ്. 1980 നിയുക്ത കാതോലിക്ക ആയി ഉയർത്തപ്പെട്ടു. അദ്ദേഹം 2005 വിരമിച്ചു. എന്നാൽ 1991 അദ്ദേഹം കാതോലിക്ക ആയി ഉയർത്തപ്പെടുമ്പോൾ ഞാൻ വൈദിക സെമിനാരി പഠനം പൂർത്തിയാക്കിയ ഷമ്മാശനാണ്. തുടർന്ന് എത്രയോ സംസർഗങ്ങൾ, ഇടപെടലുകൾ, സംഭാഷണങ്ങൾ, സംവാദങ്ങൾ നടത്തുവാനായിട്ട് കഴിഞ്ഞു. സെമിനാരിയിലെ ഒരു അധ്യാപകനായി ഞാൻ ചുമതല കേൾക്കുമ്പോൾ 1995 പരിശുദ്ധ പിതാവിൻ്റെ ആശീർവാദവും അനുഗ്രഹവും ലഭിച്ചത് ഓർക്കുകയാണ്. 2006 അദ്ദേഹം കാലം ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്, നമ്മുടെ സ്മരണകളിലെ ഏറ്റവും വലിയ കബറടക്കം ഒരു പിതാവിൻ്റെ നടന്നത് പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവായുടേതാണ്. കോട്ടയത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്ര ശാസ്താംകോട്ടയിൽ എത്തിച്ചേർന്നപ്പോൾ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളാണ് അന്തിമോപചാരം അർപ്പിച്ചത്.
ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മൾ സ്മരിക്കുമ്പോൾ, 19ാമത് ഓർമ്മ നമ്മൾ സ്മരിക്കുമ്പോൾ, അദ്ദേഹം 19ാമത് മലങ്കര മെത്രാപ്പൊലീത്ത ആയിരുന്നു, 6ാമത് കാതോലിക്ക ആയിരുന്നു. ഞാൻ പുണ്യപിതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ കാലം ചെയ്തു എന്നൊരു വാക്കുപയോഗിക്കാറില്ല. വലിയ പ്രശസ്തരായ എഴുത്തുകാരും പിതാക്കന്മാരും ഒന്നും കാലം ചെയ്യാറില്ല. അവരെപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുത്തുകളിൽ കൂടി, രചനകളിൽ കൂടി, ഓർമ്മകളിൽ കൂടി അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാലം ചെയ്ത പരിശുദ്ധ മാത്യൂസ് ദിദ്യൻ ബാവ എന്ന് എൻ്റെ വാക്കുകളിൽ ഉണ്ടാകുകയില്ല. വള്ളത്തോളെന്നും ചെറുശ്ശേരിയെന്നും കുഞ്ചൻ തമ്പ്യാരെന്നും ഒക്കെ നമ്മൾ പറയുന്നത് പോലെ സജീവമായ ഓർമ്മകളിലാണ് ഈ പിതാക്കന്മാർ നിൽക്കുന്നത്. നിത്യമായ സജീവതയാണ് ആ ഓർമ്മകളിൽ നിലനിൽക്കുന്നത്. അതിന് ക്ഷണികതയില്ല, അനശ്വരമാണ്. ആ അനശ്വരമായ ദീപ്ത സ്മരണയുടെ മുമ്പിൽ ഞാൻ ആദരവ് പ്രണാമം സമർപ്പിക്കുകയാണ്. മലങ്കര അസോസിയേഷൻ്റെ സെക്രട്ടറി അഭിനന്ദനായ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അവറുകൾ വളരെ കൃത്യമായ നിർവചനവും വിശദീകരണവും പരിശുദ്ധ ബാവായെക്കുറിച്ച് നൽകി. അഭിനന്ദനായ ജോസഫ് മർദീവന്യാസോസ് തിരുമേനി വളരെ കൃത്യമായ 3 വിവരണങ്ങൾ പരിശുദ്ധ പിതാവിനെക്കുറിച്ച് നൽകുകയുണ്ടായി. ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ മാത്യൂസ് ദിദ്യൻ ബാവ നമ്മോട് പറഞ്ഞ കാര്യങ്ങളിൽ കൂടി ഞാനൊന്ന് സഞ്ചരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അന്ത്യലേഖനം എഴുതിയത് 2005 ഒക്ടോബർ 29 2006 അദ്ദേഹം കാലം ചെയ്തു. അന്ത്യസന്ദേശത്തിൽ അദ്ദേഹം എഴുതിയ ചെറിയ വാചകം ഇങ്ങനെയാണ്: ദൈവം നമ്മെ അയച്ചു, ദൈവം നമ്മോട് കൂടെ വസിച്ചു, നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. ഇത്ര മനോഹരമായ ചെറിയ വാചകമാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യം, അദ്ദേഹത്തിൻ്റെ ശബ്ദ ഗാംഭീര്യം, സ്ഫുടത, ഇതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ എത്തുകയാണ്. എൻ്റെ ജീവിതത്തെ ഓർത്തു പറയുകയാണ്. ദൈവം നമ്മെ അയച്ചു, ദൈവം നമ്മോടുകൂടി വസിച്ചു, നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ഈ 19ാമത് ഓർമ്മയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ദൈവം ഭൂമിയിലേക്ക് അയച്ച ഒരു പിതാവിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നതും ഇരിക്കുന്നതും. 19ാമത് ഓർമ്മയിൽ നാം പങ്കുചേരുമ്പോൾ ദൈവം കൂടെ വസിച്ച ഒരു പിതാവിൻ്റെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഇരിക്കുന്നത്. 19ാമത് ഓർമ്മയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഈ ജീവിതം അവസാനിപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്ത ഒരു പിതാവിൻ്റെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അവിടെ ദൈവ സാന്നിധ്യം ഉജ്ജ്വലിപ്പിച്ച കർമ്മയോഗിയാണ്. പലപ്പോഴും ഒരു ബാലനും യുവാവുമായി ഇരുന്ന കാലഘട്ടത്തിൽ ആ പിതാവിനെ കാണുമ്പോൾ ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയിരിക്കാനുള്ള ഒരു ആകാംക്ഷ എത്രയോ പ്രാവശ്യമുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട തോമസ് ഊട്ടിയച്ചൻ പരിശുദ്ധ ബാവായുടെ എത്രയോ ചിത്രങ്ങളാണ് ഒപ്പിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഓടുന്ന പല ചിത്രങ്ങളും, കാണുന്ന പല ചിത്രങ്ങളും പ്രിയപ്പെട്ട തോമസ് കുട്ടിയച്ചൻ അന്ന് മനോഹരമായൊരു ക്യാമറയിൽ പകർത്തിയെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുഖഭാവം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഗാംഭീര്യത തന്നെയാണ് ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട്. സത്യവാനും ഉന്നത ഗോപുരവും. വിശുദ്ധനായ കൂറിലോസിനെ കുറിച്ച് തന്നെ പറയുന്നതാണ്. അദ്ദേഹം സത്യവാനും ഉന്നത ഗോപുരവുമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിലെ പേരിങ്ങനെയാണ്: വിശുദ്ധിയുടെ മന്ദഹാസം. എത്ര മനോഹരമാണ്! ഡോക്ടർ സാമുൽ ചന്ദ്രനപ്പള്ളി ഇട്ട പേരാണത്. വിശുദ്ധിയുടെ മന്ദഹാസം. ജീവിതത്തിൻ്റെ സായാഹ്നത്തിലും പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ
അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ വിടർന്നു വരികയാണ്. ആ മുഖഭാവത്തിൻ്റെ സൗന്ദര്യവും സൗകുമാര്യവും സുഗന്ധവും നമ്മളിലേക്ക് പ്രവഹിക്കുമ്പോഴാണ് ഗുണപരമായ ഒരു ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത്. പോസിറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ പറയും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുവാൻ നമുക്ക് താല്പര്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ നമുക്ക് താല്പര്യം. അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും പറയുന്ന വാചകം ഇങ്ങനെയാണ്. അന്ത്യസന്ദേശത്തിൽ തന്നെ പറയുകയാണ്, സ്വർഗത്തേക്ക് നോക്കിയുള്ള നമ്മുടെ തീർത്ഥയാത്രയാണ് അവസാനിക്കാറായിരിക്കുന്നത്. അന്ത്യസന്ദേശത്തിൽ എഴുതുകയാണ്, സ്വർഗത്തിലേക്ക് നോക്കിയുള്ള തീർത്ഥാടനമാണ് അവസാനിക്കാറായിരിക്കുന്നത്. പിന്നീട് 5-6 മാസമേ ജീവിച്ചുള്ളൂ. മാത്യു സ്തുതിയൻ ബാവായുടെ പ്രസംഗങ്ങളിൽ മുഴങ്ങിക്കേട്ട പ്രധാനപ്പെട്ട വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ തീർത്ഥാടനം. തീർത്ഥാടനം, സഭ തീർത്ഥാടനമാണ്. വിശ്വാസിയുടെ ജീവിതം തീർത്ഥാടനത്തിൻ്റെതാണ്. നമ്മളെ എത്രയോ പ്രാവശ്യം പ്രബുദ്ധമാക്കി, പ്രചോദിപ്പിച്ചു, ഊർജം പകർന്നു. അന്ത്യസന്ദേശത്തിൽ അദ്ദേഹം കുറിച്ചു, സ്വർഗത്തെ നോക്കിയുള്ള നമ്മുടെ തീർത്ഥയാത്ര അവസാനിക്കാറായിരിക്കുകയാണ്. വളരെ ശാന്തമായി 91-ാമത്തെ വയസ്സിൽ 9 പതിറ്റാണ്ടിൻ്റെ പുണ്യം. 90 വയസ്സ് കഴിയുന്നവരെ ഞാൻ 1 നൂറ്റാണ്ടിൻ്റെ പുണ്യമെന്നാണ് പറയുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ പുണ്യമെന്നാണ് പറയുന്നത്. 1 നൂറ്റാണ്ടിൻ്റെ പുണ്യമായി ജീവിതത്തെ പ്രകാശവൽക്കരിച്ച, പ്രകാശം പരത്തിത്തന്ന അദ്ദേഹം പറയുകയാണ്, സ്വർഗത്തേക്ക് നോക്കിയുള്ള യാത്ര അവസാനിക്കാറായിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇനി ആത്മീയമായി നിങ്ങൾക്ക് മധ്യസ്ഥത അണയ്ക്കുവാൻ ഞാൻ പോകുകയാണ്. ഈ പുണ്യഭൂമിയിൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വരി നമ്മൾ സ്മരിക്കണമെന്ന് തന്നെ എൻ്റെ അപേക്ഷ. ഈ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, എൻ്റെ തീർത്ഥാടനം അവസാനിക്കാറായി, ഇനി ആത്മീയമായി നിങ്ങൾക്ക് മധ്യസ്ഥത അണയ്ക്കുവാൻ ഞാൻ പോകുന്നു. ഈ അനുസ്മരണത്തിൽ, ഈ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ പാപിയായ എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു പുണ്യപിതാവ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം വലിയ ഗുണപരമാണ്. അദ്ദേഹം അതേ വാചകത്തിൽ എഴുതുകയാണ്, ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുന്നു, ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുന്നു. വാക്കുകളുകൊണ്ട് സർഗവസന്തം സൃഷ്ടിക്കുന്ന അദ്ദേഹം അനശ്വരമായ വാക്കുകളിൽ എഴുതുകയാണ്. ജീവിതത്തിൻ്റെ സായാഹ്നം, ജീവിതത്തിൻ്റെ സമാപ്തി ജീവിതത്തിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ നിമിഷം ഞാൻ ദൈവത്തിൻ്റെ വിളിയുടെ ശബ്ദം നാം കേൾക്കുന്നു. ഈ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ ശബ്ദം അനശ്യൂതം കേട്ട പുണ്യപിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിലാണ് നമ്മൾ ശിരസ് നമിക്കുന്നത്. ഈ അനുസ്മരണത്തിൽ എത്രയോ വിശേഷണങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുവാൻ കഴിയും. എത്രയോ രചനകളിൽ, എഴുത്തുകളിൽ, ഗ്രന്ഥങ്ങളിൽ എത്രയോ തരത്തിൽ ഈ പിതാവിനെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണത്തിൽ ചെറിയ 4 കാര്യങ്ങൾ മാത്രമേ ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമത്, ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത് വിജ്ഞാനദാഹിയായ പിതാവ്. വിജ്ഞാനദാഹിയായ പിതാവ്. പഠിക്കണം, വായിക്കണം, ഗ്രഹിക്കണം, ഓർക്കണം. ഇന്നത്തെ ലോകം ഒരു വിജ്ഞാന വിസ്ഫോടനത്തിലാണ്. നിർമ്മത ബുദ്ധി ഉൾപ്പെടെ ഏറ്റവും വലിയ നവീകരണവും സമഗ്രമായ മാറ്റവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്താണ്. കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന അതിശീഘ്രമായ ദ്രുതഗതിയിലുള്ള വിജ്ഞാന വിഭവങ്ങളുടെ മാറ്റത്തെ തിരിച്ചറിയാതെ ഒരു നല്ല അധ്യാപകനായിരിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ പഴയ പുസ്തകത്താളുകളും നോട്ടുകളും മാറ്റിവെച്ച്
പുതിയ വിജ്ഞാനത്തിൻ്റെ വൈജ്ഞാനിക മേഖലകളിൽ കൂടി സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദർശനം പകരുവാൻ കഴിയുന്നത്, സ്വപ്നങ്ങൾ പങ്കിടുവാൻ കഴിയുന്നത്, വിദ്യാർത്ഥികളെ സമഗ്രമായി പരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ഞാനിത് ഓർപ്പിക്കുന്നത് പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെ വിജ്ഞാനദാഹമാണ്. അദ്ദേഹം ഏത് പ്രഭാഷണം കേട്ടാലും, ഏത് കൺവെൻഷനിൽ ഉദ്ഘാടനം ചെയ്യുവാനെത്തിയാലും പ്രസംഗിക്കുന്നത് എത്ര ചെറുപ്രായമുള്ള വൈദികനാണെങ്കിലും അദ്ദേഹം അവിടെ ഇരിക്കും. ഒരു പേപ്പറിൽ നോട്ടുകൾ കുറിച്ചെടുക്കും. അദ്ദേഹം നോട്ടുകൾ കുറിക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം ശ്രദ്ധാപൂർവം പ്രസംഗം ശ്രദ്ധിക്കുവാനും നോട്ടുകൾ കുറിച്ചെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ ആ വൈജ്ഞാനിക തൃഷ്ണയാണ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. ആ കാലഘട്ടത്തിൽ സെമിനാരി അധ്യാപകർക്ക് പരിശുദ്ധ സുന്നഹൂസിൽ ചില അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് ഓരോ ദിവസവും അവിടെ പോയി ഓരോ വൈദികർ വേദധ്യാനം നയിക്കണം. കുറി വീഴുമ്പോൾ പേടിയോടുകൂടിയാണ് പോകുന്നത്. അവിടെ നമ്മൾ വേദധ്യാനം എടുക്കുമ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി പ്രധാന പീഠത്തിലിരുന്ന് ഒരു ഡയറിയിൽ നമ്മൾ പറയുന്ന വേദവിജ്ഞാനീയത്തിൻ്റെ വിശകലനങ്ങൾ കുറിച്ചെടുക്കുന്നത് കാണുമ്പോൾ ഉൾഭയം വർദ്ധിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വിജ്ഞാന തീവ്രത, വിജ്ഞാന തീഷ്ണത നമുക്കിന്നത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ഓർക്കുകയാണ്. ഇവിടെ പറയുകയുണ്ടായി 1036 സ്ഥാപനങ്ങൾ അദ്ദേഹം പടുത്തുയർത്തി. അതിൻ്റെ പിന്നിലെ ചേതോവികാരം അദ്ദേഹം സാംശീകരിച്ച വൈജ്ഞാനിക തൃഷ്ണയാണ്. അതിനെക്കുറിച്ചുള്ള അദമ്യമായ ഉത്ബോധമാണ്. എനിക്ക് മാത്രം വിജ്ഞാനം കിട്ടിയാൽ പോരാ, അടുത്തു വരുന്ന തലമുറ പഠിക്കണം, അടുത്തു വരുന്ന തലമുറ ഉത്ബുദ്ധമാവണം, വിജ്ഞാനം കൊണ്ട് സകലതും കീഴടക്കണം. അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി, അദ്ദേഹം വേദശാസ്ത്ര ബിരുദം നേടിയത് കൽക്കട്ട ബിഷപ്സ് കോളേജിലാണ്. അവിടെ പോയി അദ്ദേഹം പഠിച്ചു. ഇന്ന് പലപ്പോഴും ചിലരുടെയെങ്കിലും മനസ്സിലുള്ളത് പ്രൊട്ടസ്റ്റന്റ് സെമിനാരികളിലൊക്കെ പഠിച്ചാൽ ഓർത്തഡോക്സി പോകുമെന്ന്. പക്ഷെ ഓർത്തിരിക്കണം, ഈ സഭയിലെ പുണ്യപിതാക്കന്മാരധികവും പുത്തങ്കാവ് തിരുമേനി ഉൾപ്പെടെ ഇങ്ങനെയുള്ള ബിഷപ്സ് കോളേജിലും സറാംപൂരിലുമൊക്കെ പഠിച്ചാണ് അവർ അതിപ്രഗത്ഭരായ ഓർത്തഡോക്സ് പിതാക്കന്മാരായി തിരിച്ചെത്തി ഈ സഭയെ നയിച്ചത് എന്ന് നമ്മൾ മറന്നു പോകരുത്. നീണ്ടൊരു നിര ലിസ്റ്റ് എനിക്ക് പറയുവാൻ കഴിയും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അഭിവന്യ പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമേനി കൽക്കട്ടയിൽ പഠിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്, അദ്ദേഹം അമേരിക്കയിൽ ജനറൽ തിയോളജിക്കൽ സെമിനാരിയിൽ ന്യൂയോർക്കിൽ പഠിക്കുവാൻ പോയി. ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോഴല്ല, ഒരു വൈദികനായിരുന്നപ്പോഴല്ല, ഒരു എറമ്പാനായിരുന്നപ്പോഴല്ല. എപ്പോഴാണ് അമേരിക്കയിൽ പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ പഠിക്കുവാൻ പോയത്? ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ പിതാവ് ചൂണ്ടിക്കാണിച്ചു. ഞാൻ പ്രത്യേകമായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ മിടുമിടുക്കരായ കുഞ്ഞുങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം വിജ്ഞാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അറിവിനെ ഉൾക്കൊണ്ടുകൊണ്ടിരുന്ന ഒരു പുണ്യപിതാവിൻ്റെ സന്നിധിയിൽ നിന്നാണ് നിങ്ങൾ ഈ ഷീൽഡുകളൊക്കെ മേടിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം ഒരു PhD ഡിഗ്രിയിൽ അവസാനിക്കുന്നില്ല, ഒരു പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രിയിൽ അവസാനിക്കുന്നില്ല. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും അനന്തമായി അനസ്യൂതം പഠന പ്രക്രിയകളിൽ വ്യാപരിക്കുവാനാണ് മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമേനി നമ്മളെ ഓർപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായ സുന്ദരമായ ഇംഗ്ലീഷ്, സുന്ദരമായ മലയാളം, വളരെ അതീവ ശ്രേഷ്ഠമായ സുറിയാനി ഉച്ചാരണം നമുക്ക് മറന്നുപോകുവാൻ കഴിയുകയില്ല.
2 പ്രശസ്തമായ കോളേജുകൾ, 2 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 2 TTA സ്ഥാപനങ്ങൾ, ഏതാണ്ട് 25 അധികം സ്കൂളുകൾ. കാരണം സഭയെ പിടിച്ചു നിർത്തുവാൻ, ഉയർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിനൊക്കെ പണം എവിടെ നിന്ന് ലഭിച്ചു? ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓർത്തിരിക്കണം, പരിശുദ്ധ മാത്യൂസ് ദിദ്യൻ ബാവ തിരുമേനി നട്ടുവളർത്തിയ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അതിലെ ഓരോ കല്ലുകളും, ഓരോ തൂണുകളും, ഓരോ ജനലുകളും കഥകൾ പറയും. മാത്യൂസ് ദിദ്യൻ ബാവയുടെ അധ്വാനത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, പ്രാർത്ഥനയുടെ, ധ്യാനത്തിൻ്റെ, പണപ്പിരിവിൻ്റെ, വിദേശയാത്രയുടെ കഥകൾ പറയും. ഞാൻ സാധാരണ പറയും, ഈ പിരിച്ച പണം കൊണ്ട് ഒരു സോഡാ നാരങ്ങ വെള്ളം പോലും സ്വന്തമായി കുടിക്കുവാൻ ശ്രമിക്കാതെ ആ പണം ഇത്തരം സ്ഥാപനങ്ങൾ നട്ടു വളർത്തുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ് നമ്മുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് മാത്യൂസ് ദിദ്യൻ ബാവ തിരുമേനി. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ശമ്പളം വാങ്ങുമ്പോൾ, നമ്മുടെ അക്കൗണ്ടിൽ എത്തുമ്പോൾ നമ്മൾ കണ്ണുകളടച്ച് ധ്യാനിക്കേണ്ടത്, ഓർമ്മയിലെത്തേണ്ടത് മാത്യൂസ് ദിദ്യൻ ബാവ തിരുമേനിയുടെ പ്രശാന്തമായ, പ്രകാശം പരത്തുന്ന ആ മുഖഭാവമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണകൾ ജ്ഞാനത്തിൻ്റെതും വിജ്ഞാനത്തിൻ്റെയും അനന്തമായ ഓർമ്മകളാണ് എത്തുന്നത്. ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കാണുവാൻ പോയി. ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിലാണ്. അദ്ദേഹം പറഞ്ഞ സ്വകാര്യ സംഭാഷണത്തിലെ വാചകം ഞാൻ ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്: നിങ്ങളെല്ലാവരും രാത്രിയിൽ ഉറങ്ങുമ്പോൾ മലങ്കര സഭയുടെ കാതോലിക്ക ബാവായിക്ക് ഉറക്കമില്ല, ഉറങ്ങുവാൻ കഴിയുന്നില്ല. തിരുമേനിയെ സ്പർശിക്കുന്ന ചില വാക്കുകൾ പറയുമ്പോൾ അത് 3 പ്രാവശ്യം എടുത്തെടുത്ത് പറയാറുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ കണ്ട് കൈമുത്തി അനുഗ്രഹം പ്രാപിക്കാൻ നേരത്ത് അദ്ദേഹം പറയുകയാണ്, മലങ്കര സഭാമക്കൾ ഗാഢമായി ഉറങ്ങുമ്പോൾ മലങ്കര സഭയുടെ കാതോലിക്കായിക്ക് ഉറക്കമില്ല, ഉറങ്ങുവാൻ കഴിയുന്നില്ല. 36 സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങൾ ഉണ്ടായത്? ഈ പരിശുദ്ധ കാതോലിക്ക ബാവ ഉറങ്ങാതെ കഠിനാധ്വാനം ചെയ്ത് സ്വപ്നം കണ്ട് നട്ടു വളർത്തിയതുകൊണ്ടാണ്. സഭയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അദ്ദേഹം ചെയ്ത സേവനം മറക്കുവാൻ കഴിയുകയില്ല. 14 വർഷം കാതോലിക്ക ആയിട്ട് അദ്ദേഹം സഭയെ സേവിച്ചു. ദീർഘകാലം അജപാലകനായി, മേൽപ്പട്ടക്കാരനായിട്ട് അദ്ദേഹം സഭയെ സേവിച്ചു. വളരെ പ്രശസ്തനായ വർഗീസ് ജോൺ തോട്ടപ്പുഴ കണക്ക് പറയുന്നുണ്ട്, എത്ര ദിവസം അദ്ദേഹം മേൽപ്പട്ടക്കാരനായിട്ടിരുന്നു. 19,249 ദിവസം. ഇപ്പം നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ കൃത്യമായിട്ട് നമ്മൾ എത്ര ദിവസം ജീവിക്കുന്നു എന്ന് പറഞ്ഞു തരും. ഏതാണ്ട് 20,000 ദിവസം ചിലരെ കൂട്ടി ഓർക്കുമ്പോഴാണ്. ആ ദിവസങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു, ദൈവസന്നിധിയിൽ നിന്നു. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. വിജ്ഞാനദാഹിയായ പിതാവ്, വിജ്ഞാന മേഖലയെ കീഴടക്കിയ പിതാവ്, സ്വന്തം വിജ്ഞാന ശാഖ ഉയർത്തുക എന്നുള്ളതല്ല, വളർന്നു വരുന്ന തലമുറയ്ക്ക് വിജ്ഞാനത്തിന് മേഖലകൾ തുറന്നുകൊടുത്ത പിതാവ്. രണ്ടാമത് ഈ പിതാവിനെ ഞാൻ ഓർക്കുന്നത് സ്വർഗീയ ആരാധന പകർന്ന പിതാവ്. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് സ്വർഗീയമാണ്, വളരെ വിശുദ്ധമാണ്. അതുകൊണ്ട് പ്രസംഗങ്ങളെക്കാൾ വലുതാണ് ആരാധന. ആരാധനയുടെ അനുഭവം, ആരാധനയുടെ ചൈതന്യം, ആരാധനയുടെ വസന്തം, ആരാധനയുടെ ആത്മീയത, ആരാധനയുടെ ആത്മത്യാഗം, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ ഹൃദ്യമായ ശബ്ദം, ആരാധന ദൈർഘ്യം അദ്ദേഹത്തിന് ഇഷ്ടമാണ്. 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 മണിക്കൂറാണ്.
ഞാൻ ചെങ്ങന്നൂർ മെത്രാസനത്തിലെ ഒരു ചെറിയ പള്ളി പണിത് കൂദാശ ചെയ്തു. കുരിശുമുട്ടം സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ദേവാലയം. 30 വീട്ടുകാരേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൂദാശ നടന്നു. ഞാനാണ് വികാരി. ആളുകളൊക്കെ വളരെ കുറവാണ് പള്ളിയിൽ. അന്ന് ഇതേപോലെ ലൈവ് സ്ട്രീമിംഗ് ഒന്നുമില്ല. പക്ഷെ ഒരു വരി പോലും വിടാതെ ഒരു വലിയ പള്ളി കൂദാശ ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കുന്നു അത്രയും സമയം ആ ആരാധന പൂർത്തീകരിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗീയമായ ആരാധനയുടെ അദമ്യമായ അനുഭവം. ഇത് സ്വർഗത്തെ നോക്കി തീർത്ഥാടനം ചെയ്യുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് മാത്രമേ സത്യമുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. സ്വർഗീയ യാത്രയിൽ മാത്രമല്ല, പ്രതിസന്ധികളിലും അഭിസന്ധികളിലും വൈവിധ്യങ്ങളിലും വിവാദങ്ങളിലും വിചാരണകളിലും ദൈവത്തിൻ്റെ ശബ്ദം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദീർഘമായി ആരാധനയിൽ പങ്കിയിരുന്നത് സന്തോഷം, ആത്മഹർഷം പകർന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം 1966 മുതൽ 1985 വരെയുള്ള കാലഘട്ടത്തിൽ നോക്കാമെങ്കിൽ 18 മേൽപ്പട്ടക്കാരെ വാഴിക്കുന്നതിൽ സഹകാർമ്മികത്വം വഹിച്ചു. 91 കാതോലിക്ക ബാവ ആയിത്തീർന്നത്. 91 മുതൽ 2005 വരെയുള്ള കാലഘട്ടം നോക്കാമെങ്കിൽ 11 എപ്പിസ്കോപ്പന്മാരെ അദ്ദേഹം വാഴിച്ചു. നമ്മുടെ പുണ്യപിതാക്കന്മാരെയൊക്കെ കണ്ടെത്തി അദ്ദേഹം വാഴിച്ചു. വളരെ ഭംഗിയായ കണക്കുകളുണ്ട്. അതുകൊണ്ട് കൃത്യമായി പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാവയെ നമുക്ക് ഓർക്കുവാൻ കഴിയണം. അദ്ദേഹം എത്ര പേർക്ക് പട്ടം നൽകി? 504 പേർക്ക് പട്ടം നൽകി. കണ്ടുപിടിക്കുവാൻ എളുപ്പമാണ്. പട്ടം കൊടുക്കുന്ന എല്ലാവരുടെയും പേര് പട്ടപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ പട്ടം കൂട പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പഴയ വാക്കാണ് പട്ടപുസ്തകം. അതിൻ്റെ ബാക്കിൽ എല്ലാവരുടെയും പേരെഴുതി 504 പേർക്ക് അദ്ദേഹം വിവിധ തരത്തിലുള്ള പട്ടം നൽകിയുണ്ടായി എന്നുള്ളത്. 4 അസോസിയേഷനുകൾ അദ്ദേഹം നടത്തുകയുണ്ടായി. വളരെ ചരിത്രപ്രധാനമായ അസോസിയേഷനുകൾ അദ്ദേഹം നടത്തി. നമുക്കറിയാം 2002 2004 അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് അസോസിയേഷനായാലും പട്ടംകുട ശുശ്രൂഷയായാലും ധ്യാനപ്രസംഗമായാലും കൺവെൻഷൻ പ്രസംഗമായാലും കുർബാനയായാലും എല്ലാത്തിലും അതൊരു സ്വർഗീയ ആരാധനയുടെ അനുഭവമാക്കി തീർത്തു. ജീവിതത്തെ ആരാധനയുടെ അനുഭവത്തിലേക്ക് വളർത്തി. അതാ ഓർത്തിരിക്കേണ്ടത്. ജീവിതം തന്നെ ആരാധനയാക്കി തീർത്തു. അവിടെയാണ് ദൈവശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് വീണ്ടും ഞാൻ ഓർക്കുന്നത്. ദൈവം നമ്മെ അയച്ചു, ദൈവം നമ്മോടുകൂടെ വസിച്ചു, നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ദൈവം എന്നോട് കൂടി വസിക്കുമ്പോൾ മാത്രമേ ആരാധന സ്വർഗീയമാക്കി തീർക്കുവാനും സ്വർഗീയമായ ആരാധനയിൽ സ്വർഗീയമായി പങ്കുചേരുവാനും നമുക്ക് കഴിയുകയുള്ളൂ. പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാവായെ ഓർക്കുമ്പോൾ മൂന്നാമതായി ഹൃദ്യമായ സംവേദന സ്പർശം പകർന്നു. സംവേദനം എന്നത് മലയാള വാക്കല്ല, സംസ്കൃതമാണ്. കമ്മ്യൂണിക്കേഷൻ എന്നതിൻ്റെ ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്ന പദമാണ് സംവേദനം. ഉചിതമായൊരു മലയാള പദം രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മാത്യൂസ് ദിദിയൻ ബാവയുടെ അടുക്കലേക്ക് എന്തുകൊണ്ടാണ് ആളുകൾ തടിച്ചുകൂടുന്നത്? എന്തുകൊണ്ടാണ് അനേകം ആളുകളെ അദ്ദേഹം ആകർഷിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായ സംവേദ സ്പർശം, കമ്മ്യൂണിക്കേഷൻ പവർ. നോട്ടം മതി, ഒരു പുഞ്ചിരി മതി. അദ്ദേഹത്തിൻ്റെ ഒരു പുഞ്ചിരി, ഇത്രയും ആളുകളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അദ്ദേഹം എന്നോടാണ് പുഞ്ചിരിച്ചിരിക്കുന്നത്. ആ പുഞ്ചിരി ഇങ്ങനെ വിടർന്നു വരുന്നത് കാണാം.
ഒരു റോസാപ്പൂ വിരിയുന്നത് പോലെ ആ പുഞ്ചിരി വിടരുന്നത് കാണാം. മാധ്യമരംഗത്ത് കുറേ കാലമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് പല മാധ്യമ പ്രവർത്തകരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബാവ തിരുമേനിയെ എന്ത് മനോഹരമായ അനുഭവമാണ് പങ്കിടുന്നത്, എന്ത് മനോഹരമായ പുഞ്ചിരി. പത്രക്കാരോട് അദ്ദേഹത്തിന് പ്രത്യേകമായ താല്പര്യമായിരുന്നു. ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയും. അദ്ദേഹം അവരോടുള്ള ആ ബന്ധം ഹൃദയബന്ധമായിരുന്നു. പത്രക്കാരോട് മാത്രമല്ല, ഓരോ വ്യക്തികളെ അദ്ദേഹത്തിന് അറിയാം, ഇടവകളെ അറിയാം. ഓരോ പള്ളിയിൽ നിന്നും പ്രശ്നമുണ്ടായി ദേവലോകത്ത് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ, ആരെങ്കിലുമൊക്കെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുമ്പോൾ മാത്യൂസ് ദിദ്യൻ ബാവ പറയും, ജോർജ് കുട്ടി അവിടെ ഇരിക്കെ. ജോർജ് കുട്ടി ഇരുന്നു പോവും. ജോർജ് കുട്ടിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം ജോർജ് കുട്ടിയെ അറിയാം. ജോർജ് കുട്ടിയെ മാത്രമല്ല, തോമാച്ചനെയും ചാക്കോച്ചനെയും ഫെർണാണ്ടസിനെയും ഒക്കെ അറിയാം. ഇത് മാനേജിംഗ് കമ്മിറ്റിക്കാരെ മാത്രമല്ല, കൗൺസിൽ അംഗങ്ങളെ മാത്രമല്ല, ഒരു ഇടവകയിലെ സാധാരണ മനുഷ്യരെയും മാത്യൂസ് ദിദ്യൻ ബാവായ്ക്ക് അറിയാമായിരുന്നു. അതാണ് ഹൃദയബന്ധം. പേരുകൾ ഓർത്തിരിക്കുന്നത്, ബന്ധങ്ങൾ നിലനിർത്തുന്നത് വളരെ കൃത്യമാണ്. നമ്മുടെ ഏലിയാസ് തിരുമേനി ഈ പേരുകൾ ഓർത്തിരിക്കുന്നതിൽ അതീവ വൈദഗ്ധ്യമുള്ള ഒരാളാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അപൂർവ പ്രതിഭകൾക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതാണ് നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത്. എക്യൂമെനിക്കൽ മതാന്തര നേതൃത്വം. എക്യൂമെനിക്കൽ മതാന്തര നേതൃത്വം. മതാന്തര നേതൃത്വം എന്നൊക്കെ പറഞ്ഞ ഇപ്പോൾ പുതിയ വാക്കിലാണ്, വൈഡർ എക്യൂമിനിസം. സഭാന്തര ബന്ധം, മതാന്തര ബന്ധം. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. എല്ലാ പൊതുവേദികളിലും മാത്യൂസ് മാർ കൂർലോസ് തിരുമേനി ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാ പൊതുവേദികളിലും പരിശുദ്ധ മാത്യൂസ് ദിദ്യൻ ബാവ തിരുമേനി ഉണ്ടായിരുന്നു. വിശാലമായ കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു സഭകൾ തമ്മിലുള്ള ബന്ധം, സഭകൾ തമ്മിലുള്ള ഐക്യം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് നിലയ്ക്കൽ പ്രശ്നം ഉണ്ടാകുന്നത്. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ് പന്തളം കോളേജിൽ. പന്തളം NSS കോളേജാണെന്ന് നമുക്കറിയാം. നിലയ്ക്കൽ പ്രശ്നം അതിരൂക്ഷമായി ഉണ്ടായപ്പോൾ പന്തളം ടൗണിൽ നടന്ന സമരവും സത്യാഗ്രഹവും അതിൻ്റെ അടുക്കൽ പോയി നിന്ന് അത് കണ്ടതുമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. 1983 ജൂലൈ 21 നിലയ്ക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാത്യൂസ് മാർ കൂർലോസ് തിരുമേനിയുടെ അതിശക്തമായ ഇടപെടലും നേതൃത്വവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പൊതുവേദികളിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രംഗത്ത് ലഭ്യമായി തീർന്നത്. അവിടെയാണ് നമ്മൾ അചഞ്ചലമായ ദൈവവിശ്വാസം, ആഴമേറിയ ധാർമ്മിക ബോധം, യഥാർത്ഥമായ ക്രിസ്തീയ സ്നേഹം അദ്ദേഹം നിലനിർത്തി. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ചില വാഗ്ദാനം കൂടി വായിച്ച് കേൾക്കണം. 2003 മെയ് മാസം 15 അദ്ദേഹത്തിൻ്റെ മെത്രാൻ സ്ഥാനാഭിഷേക സുവർണ ജൂബിലി കോട്ടയം ഏലിയ കത്തീഡ്രൽ നടന്നു. മെത്രാൻ സ്ഥാനാഭിഷേക സുവർണ ജൂബിലി എന്നൊക്കെ പറഞ്ഞാൽ 50ാമത് വാർഷികം. അതിൽ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം വായിക്കുകയാണ്. എന്നിൽ എൻ്റേതെന്ന് പറയുവാൻ യാതൊന്നുമില്ല. ഞാനൊരു സമ്പൂർണ്ണ പൂജ്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. ഇവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ പറഞ്ഞു, സ്കൂളുകളെക്കുറിച്ച് പറഞ്ഞു, കോളേജുകളെക്കുറിച്ച് പറഞ്ഞു, പള്ളികൾ സ്ഥാപിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറയുകയാണ്, 2003 അദ്ദേഹം അത് പറയുന്നത്. 2003 അദ്ദേഹം അത് പറഞ്ഞപ്പോൾ
2006 ലോകത്തോട് യാത്രയായി. 2003 ജീവിതത്തെ തിരിഞ്ഞു നോക്കി അദ്ദേഹം പറയുകയാണ്, എന്നിൽ എൻ്റേതെന്ന് പറയുവാൻ യാതൊന്നുമില്ല, ഞാനൊരു സമ്പൂർണ്ണ പൂജ്യമാണ്. എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു. സമ്പൂർണ്ണ പൂജ്യം. നമ്മുടെ പൂജ്യമൊക്കെ ഇങ്ങനെ വളർന്നൊക്കെയിരിക്കാം. സമ്പൂർണ്ണ പൂജ്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദാനമാണ്. മാത്യൂസ് ദിദിയൻ ബാവായുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കണം, എൻ്റേതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഈ എൻജിനീയറിംഗ് കോളേജും ഈ ദേറായും സ്കൂളുകളും ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ഈ വാക്കിനെ ഞാനൊന്ന് മാറ്റി പറഞ്ഞോട്ടെ. സമ്പൂർണ്ണ പൂജ്യമെന്നാൽ ഞാൻ പറയും, ഇങ്ങനൊന്ന് പറഞ്ഞു നോക്കിയാണ്, സമ്പൂർണ്ണ പൂജ്യനായിരുന്നു. പൂജ്യൻ എന്ന വാക്കറിയാം, ബഹുമാന്യനായിരുന്നു, ആരാധ്യനായിരുന്നു, സർവരാലും ആദരിക്കപ്പെട്ട പുണ്യവാനായിരുന്നു. സമ്പൂർണ്ണ പൂജ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ സമ്പൂർണമായും വിശുദ്ധനായിരുന്നു, പരിശുദ്ധനായിരുന്നു, നീതിമാനായിരുന്നു, ഋജുമതിയായിരുന്നു, നേരായി ചിന്തിച്ചിരുന്നു, സത്യത്തിനും നീതിക്കും തത്വത്തിനും ധർമ്മത്തിനും സ്നേഹത്തിനും പ്രാധാന്യം നൽകി. അത് നമ്മൾ ഓർത്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ അന്ത്യസന്ദേശത്തിൻ്റെ സമാപന വരികൾ ഞാനൊന്ന് വായിക്കുകയാണ്. കാര്യം അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്. അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ പോയി സ്കൂൾ സ്ഥാപിക്കണമെന്നോ പള്ളി സ്ഥാപിക്കണമെന്നോ മാത്രമല്ല, അതൊക്കെ വേണം. മാത്യൂസ് ദിദിയൻ ബാവ തിരുമേനി നമ്മോട് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചത്, അന്ത്യസന്ദേശം എല്ലാ ഓർമ്മ പെരുന്നാളിലെങ്കിലും വായിക്കണം. അതിൽ ചില വരികളെങ്കിലും ഓർത്തിരിക്കണം. അദ്ദേഹം എഴുതി സമാപന വരികൾ, നിങ്ങളേവരും വിശുദ്ധ ജീവിതം നയിച്ച് രക്ഷയിലേക്ക് വളരുവാൻ താല്പര്യമുള്ളവരായിരിക്കണം. ഈ പെരുന്നാളിൽ വരുമ്പോൾ സമ്മാനം മേടിക്കുക എന്ന് മാത്രമല്ല, ഈ ആൾക്കൂട്ടത്തെ കാണുക എന്ന് മാത്രമല്ല, യുവനാസസ് തിരുമേനി പറഞ്ഞതുപോലെ ഈ പുത്തൻ ആഘോഷങ്ങളിൽ പങ്കുചേരുക എന്ന് മാത്രമല്ല, നിങ്ങളേവരും വിശുദ്ധ ജീവിതം നയിച്ച് രക്ഷയിലേക്ക് വളരുവാൻ താല്പര്യമുള്ളവരായിരിക്കണം. ആത്മീയതയാണോ ഭൗതികതയാണോ നമുക്ക് താല്പര്യം? ഈ ലോകമാണോ താല്പര്യം? പരലോകമാണോ നമുക്ക് താല്പര്യം? ജഡീകമാണോ നമുക്ക് താല്പര്യം? ആത്മീയമാണോ നമുക്ക് താല്പര്യം? മാത്യൂസ് ദിദിയൻ ബാവ ഓർപ്പിക്കുന്നു, ഈ പുണ്യഭൂമിയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളേവരും വിശുദ്ധ ജീവിതം നയിച്ച് രക്ഷയിലേക്ക് വളരുവാൻ താല്പര്യമുള്ളവരായിരിക്കണം. ദൈവമേ, ഈ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ വിശുദ്ധ ജീവിതത്തിലേക്ക് വളരുവാൻ എനിക്ക് താല്പര്യം ജലിപ്പിക്കണമേ. എന്തിനാണ് ഇവിടെ പെരുന്നാൾ? എന്തിനാണ് ഇവിടെ പാട്ട്, ഗായക സംഘം, ഗാന ശുശ്രൂഷ, അനുസ്മരണ പ്രഭാഷണങ്ങൾ? ഓരോരുത്തരെയും വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം. എങ്ങനെയാണ് വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിശുദ്ധ കുംഭസാരത്തിലൂടെ പാപമോചനം പ്രാപിക്കുകയും വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ രക്ഷയിൽ വളരുകയും വേണം. വളരെ കൃത്യമായ ഓർത്തഡോക്സ് ദർശനങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ സമാപനം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുകയാണ്, സഭയ്ക്ക് പൊതുവായും പള്ളികൾക്കും ഇടവകൾക്കും നിങ്ങൾ കൊടുക്കേണ്ട വിഹിതങ്ങളും കൊടുക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കണം. പ്രാർത്ഥിച്ചാൽ പോരാ, തീർത്ഥാടനം ചെയ്താൽ പോരാ, കുമ്പിട്ട് നമസ്കരിച്ചാൽ പോരാ, നോമ്പനുഷ്ഠിച്ചാൽ പോരാ. മാത്യൂസ് ദിദിയൻ ബാവ തിരുമേനി അന്ത്യസന്ദേശത്തിൽ നമ്മോട് പറയുകയാണ്, സഭയ്ക്ക് പൊതുവായും പള്ളികൾക്കും ഇടവകൾക്കും നിങ്ങൾ കൊടുക്കേണ്ട വിഹിതങ്ങളും കൊടുക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കണം. ആരാധനയിൽ എന്തെല്ലാം ചെയ്യണമെന്നാണ് തൊട്ട് മുമ്പ് പറയുന്നത്.
എൻ്റെ സമാപനത്തിലാണ് പറയുന്നത്, കുമ്പസാരവും കുർബാനാനുഭവവും ധ്യാനവും മാത്രമല്ല സഭയ്ക്ക് കൊടുക്കേണ്ടത്, ഇടവയ്ക്ക് കൊടുക്കേണ്ടത്, പള്ളിക്ക് കൊടുക്കേണ്ടത്. ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുടേതാണ്, സഭാബന്ധത്തിൻ്റെതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ദാർശനിക ഭാവം. അതുകൊണ്ട് ഈ പ്രഭാഷണം ഞാനിവിടെ സമാപിപ്പിക്കുമ്പോൾ, ദൈവമേ, ഈ പുണ്യപിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വന്നിരിക്കുമ്പോൾ ഞങ്ങളെ ഒരു സൂര്യ തേജസ്സിലേക്ക് നയിക്കണമേ, വിശുദ്ധിയിലേക്ക് നയിക്കണമേ എന്നർത്ഥം. അസ്തമിക്കാത്ത, ചൈതന്യം പകരുന്ന, ജീവൻ പകരുന്ന, പ്രകാശം പകരുന്ന, എപ്പോഴും പ്രചോദിപ്പിക്കുന്ന, പ്രഫുല്ലമാക്കുന്ന ആ സൂര്യ തേജസ്സിൻ്റെ ചാരത്തേക്ക്, സമീപത്തേക്ക്, ദൂരതയിലെങ്കിലും നിൽക്കുവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാവ വിജ്ഞാന ദാഹിയായ പിതാവായിരുന്നു. പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാവ സ്വർഗീയ ആരാധന പകർന്ന പിതാവായിരുന്നു. പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാവ ഹൃദ്യമായ സംവേദന സ്പർശം പകർന്ന പിതാവായിരുന്നു. പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാവ എക്യൂമെനിക്കൽ മതാന്തര ബന്ധങ്ങൾ നിലനിർത്തി സഭയ്ക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്ഥാനം പകർന്ന പിതാവായിരുന്നു. പ്രിയപ്പെട്ട സാംജി അച്ഛൻ വൈദിക സെമിനാരിയിൽ BD വിദ്യാർത്ഥിയായി പഠിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ചെയ്ത പ്രബന്ധം എന്ന് പറയുന്നത് പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാവായിക്ക് അതിൻ്റെ അന്ത്യപ്രണാമത്തിൽ മലയാള പത്രങ്ങൾ അല്ലെ കേരളത്തിലെ പത്രങ്ങൾ നൽകിയ കവറേജിനെ കുറിച്ചാണ്. ഡിമൈസ് കവറേജ് ഓഫ് മാത്യൂസ് ദിദിയൻ ബാവ തിരുമേനി. ഞാനാണ് അത് മാർഗദർശനം നൽകിയത്. ഞെട്ടിപ്പോവും. കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ വലിയ വാർത്തകൾ, എഡിറ്റ് പേജിൽ അതിവിശാലമായ ആർട്ടിക്കിളുകൾ. അതെല്ലാം അദ്ദേഹം ഗവേഷണ പ്രബന്ധത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒന്ന് പബ്ലിഷ് ചെയ്യണമെന്ന്. കാരണം 2006 എങ്ങനെയാണ് പത്രങ്ങൾ ഒരു പിതാവിനെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത്, അത് വലിയൊരു രേഖയാണ്, വലിയൊരു ഗവേഷണ പ്രബന്ധമാണ്. പ്രിയപ്പെട്ട ചാവടിലച്ചൻ വൈദിക സെമിനാരിയിലെ പ്രഗത്ഭനായ അധ്യാപകനാണ്. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം കാര്യദർശിയാണ്. എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഇങ്ങനൊരു അവസരത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി. വിശുദ്ധിയിലേക്ക് വളരാം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം, ഈ പിതാവിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാവ